TLB'S ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. +1 സുവോളജി ഹ്യൂമൻ ഫിസിയോളജി എന്ന യൂണിറ്റിലെ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ എന്ന ചാപ്റ്ററിലെ ഒന്നാമത്തെ ഭാഗം വീഡിയോ ആണിത്. ഈ ചാപ്റ്ററിലൂടെ നമുക്ക് പഠിക്കുവാനുള്ളത് നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സുകളെ കുറിച്ചും അവ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസുകൾ, അവയുടെ ഫങ്ഷൻസ്, ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കുവാനുള്ളത്. ന്യൂറൽ സിസ്റ്റം പ്രൊവൈഡ്സ് റാപ്പിഡ് കോർഡിനേഷൻ എമംഗ് ഓർഗൻസ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ എന്നാണ്. ഒരു കോർഡിനേഷൻ മെക്കാനിസംസ് നമ്മുടെ ബോഡിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ കോർഡിനേഷൻ മെക്കാനിസംസിൽ പ്രധാനമായിട്ടും ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ന്യൂറൽ സിസ്റ്റവും നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റവുമാണ്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ന്യൂറൽ സിസ്റ്റത്തിനെ കുറിച്ച് മനസ്സിലാക്കി. ബ്രെയിനും സ്പൈനൽ കോഡും അവയുടെ ധർമ്മങ്ങളെയൊക്കെ കുറിച്ച് മനസ്സിലാക്കി. ന്യൂറൽ സിസ്റ്റം പ്രൊവൈഡ്സ് റാപ്പിഡ് കോർഡിനേഷൻ എമംഗ് ഓർഗൻസ്. ഓർഗൻസുകൾ തങ്ങളിലുള്ള പരസ്പര ആശയവിനിമയം അത് പ്രധാനമായിട്ട് നിർവഹിക്കപ്പെടുന്നത് ഒന്ന് ന്യൂറൽ സിസ്റ്റം വഴിയും മറ്റൊന്ന് എൻഡോക്രൈൻ സിസ്റ്റം വഴിയുമാണ്. എന്നാൽ ന്യൂറൽ സിസ്റ്റത്തിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് അത് എല്ലാ സെൽസിലോ അല്ലെങ്കിൽ എല്ലാ ടിഷ്യൂസിലും ന്യൂറോൺസുകൾ എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പം അതിന് അവിടെ കോമ്പൻസേറ്റ് ചെയ്യുന്നത് ഹോർമോൺസാണ്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസാണ്. As the nerve fibers do not innervate all cells of the body and the cellular functions need to be continuously regulated. എല്ലാ സെൽസിലും നെർവ് ഫൈബേഴ്സ് എത്തുന്നില്ല. എന്നാൽ എല്ലാ സെൽസിലെയും ആക്ടിവിറ്റി കണ്ടിന്യൂസ് ആയിട്ട് റെഗുലേറ്റ് ചെയ്യപ്പെടുകയും വേണം. അവിടെയാണ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് കോർഡിനേഷൻ മെക്കാനിസം ആൻഡ് ഇൻ്റഗ്രേഷൻ ഈസ് കാരിഡ് ഔട്ട് ബൈ ഹോർമോൺസ്. ഹോർമോൺസിൻ്റെ പ്രസക്തി അവിടെയാണ്. The neural system and the endocrine system jointly coordinate and regulate the physiological functions in the body. നമ്മുടെ ബോഡിയുടെ എല്ലാ ഫിസിയോളജിക്കൽ ഫങ്ഷൻസും കോർഡിനേറ്റ് ചെയ്യുന്നത് ന്യൂറൽ സിസ്റ്റവും എൻഡോക്രൈൻ സിസ്റ്റവും കൂടിയാണ്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെ കുറിച്ച് നേരത്തെ പഠിച്ചിട്ടുണ്ട്. ദേ ആർ ഡക്റ്റിലസ് ഗ്ലാൻഡ്സ്. ഡക്റ്റിലസ് ഗ്ലാൻഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? എൻഡോക്രൈൻ ഗ്ലാൻഡ്സിൻ്റെ സെക്രീഷൻസ് അത് അതിൻ്റെ ടാർഗറ്റ് ടിഷ്യൂസിലോ ഓർഗൻസിലോ കൊണ്ടെത്തിക്കുവാൻ പ്രത്യേകിച്ച് കുഴലുകളൊന്നുമില്ല. അതുകൊണ്ടാണ് അവയെ ഡക്റ്റിലസ് ഗ്ലാൻഡ്സ് എന്ന് വിളിക്കുന്നത്. അവ ബ്ലഡിൽ ഡയറക്റ്റായിട്ട് മിക്സ് ചെയ്തിട്ട് അത് ടാർഗറ്റ് ടിഷ്യൂസിലും ഓർഗൻസിലും എത്തുകയാണ്. ദ സെക്രീഷൻസ് ആർ കാൾഡ് ഹോർമോൺസ്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സിൻ്റെ സെക്രീഷൻസിനെ ഹോർമോൺസ് എന്നാണ് വിളിക്കുന്നത്. ഇനി എന്താണ് എൻഡോക്രൈൻ ഹോർമോൺസിൻ്റെ ഒരു ക്ലാസിക്കൽ ഡെഫിനിഷൻ എന്ന് നോക്കാം. ഹോർമോൺസ് ആർ കെമിക്കൽസ് പ്രൊഡ്യൂസ്ഡ് ബൈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ആണ്. ആൻഡ് റിലീസ്ഡ് ഇൻ ടു ദ ബ്ലഡ്. ബ്ലഡിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്നു. ആൻഡ് ട്രാൻസ്പോർട്ടഡ് ടു ഡിസ്റ്റൻ്റ്ലി ലൊക്കേറ്റഡ് ടാർഗറ്റ് ഓർഗൻ. അപ്പോൾ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിൻ്റെ പൊസിഷനും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആക്ട് ചെയ്യേണ്ട ടാർഗറ്റ് ഓർഗൻസും ഡിസ്റ്റൻ്റ്ലി ലൊക്കേറ്റഡ് ആയിരിക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് ഹോർമോൺ എന്ന് പറയുന്നത്. എന്നാൽ അതിൻ്റെ കറണ്ട് സയൻറ്റിഫിക് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഹോർമോൺസ് ആർ നോൺ ന്യൂട്രിയൻ്റ് കെമിക്കൽസ് വിച്ച് ആക്ട് ആസ് ഇന്റർസെല്ലുലാർ മെസ്സഞ്ചേഴ്സ് and are produced in trace amounts. എന്താണ് സയൻറ്റിഫിക് ഡെഫിനിഷൻ? ഹോർമോൺസ് ആർ നോൺ ന്യൂട്രിയൻ്റ് കെമിക്കൽസ്. ന്യൂട്രിയൻ്റ് അല്ലാത്ത കെമിക്കൽസ് ആണ്. വിച്ച് ആക്ട് ആസ് ഇൻ്റർസെല്ലുലാർ മെസ്സഞ്ചേഴ്സ്. സെല്ലുകൾ തങ്ങളിലുള്ള മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മെസ്സഞ്ചേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ആൻഡ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ട്രേസ് അമൗണ്ട്സ്. വളരെ കുറച്ച് എമൗണ്ട് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ രണ്ട് ഡെഫിനിഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഒന്ന് നോക്കിക്കേ. അപ്പോൾ ഇവിടെ ക്ലാസിക്കൽ ഡെഫിനിഷനിൽ പറയുന്നത് ഹോർമോൺസ് ആർ കെമിക്കൽസ് പ്രൊഡ്യൂസ്ഡ് ബൈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ആണ്. അത് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുന്നു. ട്രാൻസ്പോർട്ട് ചെയ്ത് ഡിസ്റ്റൻ്റ്ലി ടാർഗറ്റ് ഓർഗനിലേക്ക് കൊണ്ടുപോകുന്നു.
ഇതാണ് ക്ലാസിക്കൽ ഡെഫിനിഷനിൽ പറയുന്നത്. എന്നാൽ സയൻറ്റിഫിക് ഡെഫിനിഷനിൽ പറയുന്നത് ഹോർമോൺസ് ആർ നോൺ ന്യൂട്രിയൻ്റ് കെമിക്കൽസ് ആണ്. അത് ഇൻ്റർസെല്ലുലാർ മെസ്സഞ്ചേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ട്രേസ് എമൗണ്ടിൽ മാത്രമേ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഹോർമോൺസ് ആർ നോൺ ന്യൂട്രിയൻ്റ് കെമിക്കൽസ് വിച്ച് ആക്ട് ആസ് ഇൻ്റർസെല്ലുലാർ മെസ്സഞ്ചേഴ്സ് ആൻഡ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ട്രേസ് എമൗണ്ട്സ്. വാട്ട് ആർ ഹോർമോൺസ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന നല്ല സയൻറ്റിഫിക് ഡെഫിനിഷനാണ് ഹോർമോൺസ് ആർ നോൺ ന്യൂട്രിയൻ്റ് കെമിക്കൽസ് വിച്ച് ആക്ട് ആസ് ഇൻ്റർസെല്ലുലാർ മെസ്സഞ്ചേഴ്സ് ആൻഡ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ട്രേസ് എമൗണ്ട്സ്. ഇനി നമുക്ക് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാം. എന്തൊക്കെയാണ് എൻഡോക്രൈൻ സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്? ഒന്ന് പിറ്റ്യൂറ്ററി ഗ്ലാൻഡ്, രണ്ട് പീനിയൽ ഗ്ലാൻഡ്, തൈറോയിഡ് ഗ്ലാൻഡ്, അഡ്രീനൽ ഗ്ലാൻഡ്, പാൻക്രിയാസ്, പാരാതൈറോയിഡ്, തൈമസ്, ഗൊണാഡ്സ്, ടെസ്റ്റിസ് ഇൻ മെയിൽസ് ആൻഡ് ഓവറി ഇൻ ഫീമെയിൽസ്. ഇപ്പോൾ പ്രധാനമായിട്ടും ഇത്രയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. നമ്മുടെ ബ്രെയിനിൽ 2 എൻഡോക്രൈൻ ഗ്ലാൻഡ് ഉണ്ട്. 2 അല്ല 3 എൻഡോക്രൈൻ ഗ്ലാൻഡ് ഉണ്ട്. ഒന്ന് ഹൈപ്പോതലാമസ് എൻഡോക്രൈൻ ഗ്ലാൻഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഹൈപ്പോതലാമസ് ബ്രെയിനിൻ്റെ പാർട്ട് ആയതുകൊണ്ട് ഇവിടെ ലിസ്റ്റ് ചെയ്തില്ല എന്നുള്ളതേ ഉള്ളൂ. പീനിയൽ ഗ്ലാൻഡ്, അതുപോലെ പിറ്റ്യൂറ്ററി ഗ്ലാൻഡ് എൻഡോക്രൈൻ ഗ്ലാൻഡായിട്ട് വർക്ക് ചെയ്യുന്ന ബ്രെയിനിലുള്ള ഈ 3 പാർട്ടുകളുണ്ട്. ഹൈപ്പോതലാമസ് ഉണ്ട്, പിറ്റ്യൂറ്ററി ഉണ്ട്, പീനിയൽ ഉണ്ട്. ഇനി നമ്മുടെ തൊണ്ടയുടെ ഭാഗത്തായിട്ട് ഇവിടെ തൈറോയിഡ് ഗ്ലാൻഡും ഉണ്ട്, പാരാതൈറോയിഡ് ഗ്ലാൻഡും ഉണ്ട്. നെഞ്ചിൻ്റെ ഭാഗത്തായിട്ട് ഇവിടെ തൈമസ് എന്നൊരു ഗ്ലാൻഡ് ഉണ്ട്. പാൻക്രിയാസ് നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ പഠിച്ചിട്ടുള്ള ഗ്ലാൻഡാണ് പാൻക്രിയാസ് ഗ്ലാൻഡ്. പാൻക്രിയാസിന് എൻഡോക്രൈൻ ഫംഗ്ഷനും ഉണ്ട്, ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി കിഡ്നിയുമായി ബന്ധപ്പെട്ടിട്ട് കിഡ്നിയുടെ പുറത്തായിട്ട് അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന ഗ്ലാൻഡ് ഉണ്ട്. ഇനി ഓവറി എന്ന് പറയുന്ന റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഫീമെയിൽസിലുണ്ട്. അവയ്ക്ക് ഹോർമോൺ സെക്രീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെ ഓവറി ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ മെയിൽസിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായ ടെസ്റ്റിസ്, അതിനും ഹോർമോൺ സെക്രീറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് ടെസ്റ്റിസും എൻഡോക്രൈൻ ഗ്ലാൻഡിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി എൻഡോക്രൈൻ ഗ്ലാൻഡ് അല്ലാതെ തന്നെ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്ന ചില പാർട്ടുകളുണ്ട്. അതിലൊന്നാണ് ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഗ്ലാൻഡ്. അപ്പോൾ ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ് കൂടാതെ മറ്റ് ചില ശരീരത്തിലെ ചില ഭാഗങ്ങളും ഹോർമോൺ സെക്രീറ്റ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഭാഗങ്ങളുണ്ട്. അതിലൊന്നാണ് നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റ്, ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റ്. ഇപ്പോൾ നമ്മുടെ സ്റ്റൊമക്കിനകത്തും ഇൻറ്റസ്റ്റൈനകത്തുമുള്ള പല ടിഷ്യൂസിനും ഹോർമോൺ സെക്രീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവയെയും നമുക്ക് ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റ്, അതുപോലെ തന്നെ ലിവർ, കരളിന് ഹോർമോൺ സെക്രീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയുള്ള ടിഷ്യൂസ് ഉണ്ട്. കിഡ്നിയിലുണ്ട്. കിഡ്നിയിൽ നേരത്തെ അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ പേര് പറഞ്ഞു, എന്നാൽ കിഡ്നിയിലുള്ള ചില ടിഷ്യൂസിനും ഹോർമോൺ സെക്രീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഹാർട്ടിനുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. ഇനി ആദ്യമായിട്ട് നമുക്ക് ഹൈപ്പോതലാമസിനെ കുറിച്ച് മനസ്സിലാക്കാം. ഹൈപ്പോതലാമസ് ബ്രെയിനിൻ്റെ ഒരു പാർട്ടാണ്. അതുപോലെ തന്നെ ഹൈപ്പോതലാമസിന് ഹോർമോൺ സെക്രീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഹൈപ്പോതലാമസ് ഈസ് ദ ബേസൽ പാർട്ട് ഓഫ് അവർ ബ്രെയിൻ ആൻഡ് ഇറ്റ് റെഗുലേറ്റ്സ് എ വൈഡ് സ്പെക്ട്രം ഓഫ് ബോഡി ഫങ്ഷൻസ്. ഹൈപ്പോതലാമസിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്കതിൻ്റെ ഹോർമോണൽ ഫങ്ഷൻസിനെ കുറിച്ച് മനസ്സിലാക്കാം. ഹൈപ്പോതലാമസ് ഹാസ് സെവറൽ ഗ്രൂപ്പ്സ് ഓഫ് ന്യൂറോസെക്രീറ്ററി സെൽസ് കാൾഡ് ന്യൂക്ലിയൈ വിച്ച് പ്രൊഡ്യൂസ് ഹോർമോൺസ്. ഹൈപ്പോതലാമസിൽ ധാരാളം ന്യൂറോസെക്രീറ്ററി സെൽസ് ഉണ്ട്. ന്യൂറോൺ സെൽസ് വിച്ച് ക്യാൻ പ്രൊഡ്യൂസ് ഹോർമോൺസ്. ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ന്യൂറൽ സെൽസിനെ വിളിക്കുന്ന പേരാണ് ന്യൂറോസെക്രീറ്ററി സെൽസ്. ഇപ്പോൾ കോമൺലി അവയെ ന്യൂക്ലിയ എന്ന് വിളിക്കും, വിച്ച് ക്യാൻ പ്രൊഡ്യൂസ് ഹോർമോൺസ്. ഇപ്പോൾ ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് പിറ്റ്യൂറ്ററി ഗ്ലാൻഡിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺസാണ് കൂടുതലും ഉള്ളത്.
അല്ലാതെ ഡയറക്റ്റ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ സ്റ്റോർ ചെയ്യുന്ന ഹോർമോൺസുകളും ഉണ്ട്. These hormones regulate the synthesis and secretion of pituitary hormones. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ള ഒരു മാസ്റ്റർ ഗ്ലാൻഡിൻ്റെ ജോലിയാണ് ഹൈപ്പോതലാമസ് ഇവിടെ ചെയ്യുന്നത്, പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഹൈപ്പോതലാമസ് ആർ ഓഫ് 2 types. 2 തരത്തിലുള്ള ഹോർമോൺസ് ആണ് ഹൈപ്പോതലാമസ് പ്രധാനമായിട്ടും സെക്രീറ്റ് ചെയ്യുന്നത്. ഒന്ന് റിലീസിംഗ് ഹോർമോൺസ്, സ്റ്റിമുലേറ്റ് സെക്രീഷൻ ഓഫ് പിറ്റ്യൂട്ടറി ഹോർമോൺസ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്, പ്രചോദിപ്പിക്കുന്നത് ഹോർമോണുകളാണ് റിലീസിംഗ് ഹോർമോൺസ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നും ഹോർമോണ് റിലീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഹോർമോൺ, അതാണ് റിലീസിംഗ് ഹോർമോൺസ്. ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് വിച്ച് ഇൻഹിബിറ്റ് സെക്രീഷൻസ് ഓഫ് പിറ്റ്യൂട്ടറി ഹോർമോൺസ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ സെക്രീഷൻസിനെ സ്റ്റോപ്പ് ചെയ്യിക്കുന്ന ഹോർമോൺസ്, അവയാണ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ 2 കാറ്റഗറിയിൽ വരുന്ന ഹോർമോൺസ് ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസിനെ നമുക്ക് 2 കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. ഒന്ന് റിലീസിംഗ് ഹോർമോൺസ് എന്നും മറ്റൊന്ന് ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് എന്നും. റിലീസിംഗ് ഹോർമോൺസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? സ്റ്റിമുലേറ്റ് സെക്രീഷൻ ഓഫ് പിറ്റ്യൂട്ടറി ഹോർമോൺസ്. പിറ്റ്യൂട്ടറി ഹോർമോൺസിൻ്റെ സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുക. ഇൻഹിബിറ്റിംഗ് ഹോർമോൺസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? വിച്ച് ഇൻഹിബിറ്റ് സെക്രീഷൻസ് ഓഫ് പിറ്റ്യൂട്ടറി ഹോർമോൺസ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്ന ഗൊണാഡോട്രോഫിൻ റിലീസിംഗ് ഹോർമോൺ, ഷോർട്ട് ഫോമിൽ GnRH എന്ന് വിളിക്കും. ഗൊണാഡോട്രോഫിൻ റിലീസിംഗ് ഹോർമോൺ സ്റ്റിമുലേറ്റ്സ് ദ പിറ്റ്യൂട്ടറി സിന്തസിസ് ആൻഡ് റിലീസ് ഓഫ് ഗൊണാഡോട്രോഫിൻസ്. ഇപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് ഹോർമോൺസ് ആണ് ഗൊണാഡോട്രോഫിൻസ്. റീപ്രൊഡക്റ്റീവ് ഗ്ലാൻഡ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺസിനെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ഗൊണാഡോട്രോഫിൻസ്. അപ്പോൾ ഗൊണാഡോട്രോഫിൻസിനെ റിലീസ് ചെയ്യാൻ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നും റിലീസ് ചെയ്യാൻ അല്ലെങ്കിൽ റിലീസ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്ന GnRH അവിടെ സ്റ്റിമുലേറ്റ് ചെയ്യണം. ഇപ്പോൾ GnRH എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ റിലീസിംഗ് ഹോർമോൺ. ഹൈപ്പോതലാമിക് ഹോർമോൺ ഗൊണാഡോട്രോഫിൻ റിലീസിംഗ് ഹോർമോൺ സ്റ്റിമുലേറ്റ് ദ പിറ്റ്യൂട്ടറി സിന്തസിസ് ആൻഡ് റിലീസ് ഓഫ് ഗൊണാഡോട്രോഫിൻസ്. ഇനി മറ്റൊരു ഹോർമോണാണ് സൊമാറ്റോസ്റ്റാറ്റിൻ. ഇൻഹിബിറ്റ് ദ റിലീസ് ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഫ്രം ദ പിറ്റ്യൂട്ടറി. ഒരു ഇൻഹിബിറ്റിംഗ് ഹോർമോണിന് എക്സാമ്പിളാണ് സൊമാറ്റോസ്റ്റാറ്റിൻ. ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഇൻഹിബിറ്റിംഗ് ഹോർമോണാണ് സൊമാറ്റോസ്റ്റാറ്റിൻ. അതിൻ്റെ എന്താ അത് ചെയ്യുന്നത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നും ഗ്രോത്ത് ഹോർമോണിൻ്റെ സെക്രീഷനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് സൊമാറ്റോസ്റ്റാറ്റിൻ ചെയ്യുന്നത്. Somatostatin from the hypothalamus inhibit the release of growth hormone from the pituitary. These hormones reach the pituitary gland through a portal circulatory system and regulate the functions of the anterior pituitary. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറി ഗ്ലാൻഡും തങ്ങളിൽ ഒരു പോർട്ടൽ സർക്കുലേഷൻ ഉണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കമ്മ്യൂണിക്കേഷൻസിനായിട്ട് ദർ ഈസ് എ പോർട്ടൽ സർക്കുലേഷൻ. ബ്ലഡ് വെസൽസിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നതിനാണ് പോർട്ടൽ സർക്കുലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറി ഗ്ലാൻഡും തങ്ങളിലൂടെ ഒരു പോർട്ടൽ സർക്കുലേഷൻ ഉണ്ട്. ഈ ഒരു പോർട്ടൽ സർക്കുലേഷനിലൂടെയാണ് ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്ക് എത്തുന്നത്, എസ്പെഷ്യലി ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. എന്നാൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് മറ്റൊരു പാർട്ട് കൂടെ ഉണ്ട്, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്നൊരു പാർട്ടുണ്ട്. ആ പാർട്ടിലാണെങ്കിൽ ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഡയറക്റ്റായിട്ട് ഹൈപ്പോതലാമിക് ന്യൂറോൺസിൻ്റെ ആക്സോണൽ ടെർമിനൽ ഇവിടെ വന്ന് എൻഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്ക് പോകുന്ന ഹോർമോൺസ് പോർട്ടൽ സർക്കുലേഷൻ വഴിയാണ് പോകുന്നത്. The posterior pituitary is under the direct neural regulation of the hypothalamus. Posterior pituitary ആണെങ്കിൽ ന്യൂറൽ ഹൈപ്പോതലാമസിൻ്റെ ഡയറക്റ്റ് റെഗുലേഷനിലാണ് പോകുന്നത്. ഇനി പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കുറിച്ച് മനസ്സിലാക്കാം. The pituitary gland is located in a bony cavity called sella turcica and is attached to hypothalamus by a stalk. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഈ പിക്ചറിൽ കാണാൻ നമുക്ക് നമ്മുടെ സ്കള്ളിലെ ഒരു ഇതുപോലത്തെ ഒരു ക്യാവിറ്റിക്കകത്താണ്.
ഫേഷ്യൽ ബോൺസിൻ്റെ ഒരു ക്യാവിറ്റി ഇവിടെയുണ്ട്. ഈ ക്യാവിറ്റിക്കകത്താണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ക്യാവിറ്റിയെ വിളിക്കുന്ന പേരാണ് സെല്ല ടർസിക്ക. പിക്ചറിൽ നമുക്ക് കാണാം ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറിയും തങ്ങളിലൂടെ ഒരു സ്റ്റാക്ക്, ചെറിയൊരു സ്റ്റാക്ക് ഉണ്ട്. ഇവിടെ ചെറിയൊരു നീളമുള്ള ഒരു ഭാഗമുണ്ട്. അത് വെച്ചാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഈസ് ലൊക്കേറ്റഡ് ഇൻ എ ബോണി ക്യാവിറ്റി കാൾഡ് സെല്ല ടർസിക്ക ആൻഡ് ഈസ് അറ്റാച്ച്ഡ് ടു ഹൈപ്പോതലാമസ് ബൈ എ സ്റ്റോക്ക്. Pituitary gland is divided anatomically into an adenohypophysis and neurohypophysis. Pituitary glandന് രണ്ട് ദളങ്ങളുണ്ട്. അഡിനോഹൈപ്പോഫൈസിസ് എന്ന് പറഞ്ഞ ഒരു ഭാഗവും ന്യൂറോഹൈപ്പോഫൈസിസ് എന്ന് പറഞ്ഞ മറ്റൊരു ഭാഗവും. അഡിനോഹൈപ്പോഫൈസിസ് കൺസിസ്റ്റ് ഓഫ് 2 പോർഷൻസ്. അഡിനോഹൈപ്പോഫൈസിസ് എന്ന് പറയുന്ന ഭാഗത്തിന് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാർസ് ഡിസ്റ്റാലിസ് എന്ന് പറഞ്ഞൊരു ഭാഗവും പാർസ് ഇന്റർമീഡിയ എന്ന് പറഞ്ഞൊരു ഭാഗവും. ഇപ്പോൾ പിക്ചറിൽ നമുക്ക് കാണാം, ഇത്രയും പോർഷൻസിനെയാണ് നമ്മൾ അഡിനോഹൈപ്പോഫൈസിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ അഡിനോഹൈപ്പോഫൈസിസ് അല്ലെങ്കിൽ പോസ്റ്റീരിയർ പിറ്റ്യൂറ്ററി എന്ന് വിളിക്കുന്ന ഭാഗമാണിത്. അപ്പോൾ ഇതിന് വീണ്ടും 2 ചെറിയ ഭാഗങ്ങൾ, ഒരു വലിയ പാർട്ടും ഒരു ചെറിയ പാർട്ടും കൂടെ ഉണ്ട്. ഒരു വലിയ പാർട്ടാണ് ഈ പാർസ് ഡിസ്റ്റാലിസ് എന്ന് പറയുന്ന പാർട്ട്. ഒരു ചെറിയൊരു പാർട്ടുണ്ട്, ചെറിയൊരു പാർട്ട് കൂടെ ഇവിടെ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് പാർസ് ഇന്റർമീഡിയ എന്ന് വിളിക്കുന്ന ഭാഗം. പാർസ് ഇന്റർമീഡിയ. ഇപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് പ്രധാനമായിട്ടും 2 പാർട്ടാണ്, അഡിനോഹൈപ്പോഫൈസിസും ന്യൂറോഹൈപ്പോഫൈസിസും. അഡിനോഹൈപ്പോഫൈസിസിന് വീണ്ടും 2 പാർട്ടായിട്ട്, ഒരു വലിയ പാർട്ടും ഒരു ചെറിയ പാർട്ടുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വലിയ പാർട്ടാണ് പാർസ് ഡിസ്റ്റാലിസ് എന്ന് പറഞ്ഞ പാർട്ട്. ഒരു ചെറിയൊരു പാർട്ട് കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് പാർസ് ഇന്റർമീഡിയ. അപ്പോൾ ഓരോ പാർട്ടും സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ വ്യത്യസ്തമാണ്. അഡിനോഹൈപ്പോഫൈസിസിൽ പാർസ് ഡിസ്റ്റാലിസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് വേറെ വേറെ, അതുപോലെ പാർസ് ഇന്റർമീഡിയ, ന്യൂറോഹൈപ്പോഫൈസിസ്. ആദ്യമായിട്ട് ഹോർമോൺസ് ഓഫ് പാർസ് ഡിസ്റ്റാലിസ്. പാർസ് ഡിസ്റ്റാലിസിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതൊക്കെയാണെന്ന് നോക്കാം. ദ പാർസ് ഡിസ്റ്റാലിസ് റീജിയൻ ഓഫ് പിറ്റ്യൂട്ടറി കോമൺലി കാൾഡ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി എന്നാണ് പാർസ് ഡിസ്റ്റാലിസ് പാർട്ടിനെ കോമൺ ആയിട്ട് വിളിക്കുന്നത്. പ്രൊഡ്യൂസസ് ഗ്രോത്ത് ഹോർമോൺ, പ്രൊലാക്റ്റിൻ, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ TSH എന്ന് നമ്മൾ ഷോർട്ട് ഫോമിൽ വിളിക്കുന്നു, അഡ്രീനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോൺ ACTH, ലൂട്ടിനൈസിംഗ് ഹോർമോൺ LH, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ FSH. അപ്പോൾ ഇത്രയും ഹോർമോൺസ് ആണ് പ്രധാനമായിട്ടും പാർസ് ഡിസ്റ്റാലിസിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ്. ഏതൊക്കെയാണ് നോക്കൂ. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി അല്ലെങ്കിൽ പാർസ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ പാർസ് ഡിസ്റ്റാലിസ് എന്ന് പറയുന്ന ഭാഗം സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഗ്രോത്ത് ഹോർമോൺ, പ്രൊലാക്റ്റിൻ PRL എന്ന ഷോർട്ട് ഫോമിൽ വിളിക്കുന്നു, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, തൈറോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണാണ് TSH, അഡ്രീനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോൺ, അഡ്രീനൽ ഗ്ലാൻഡ്, കിഡ്നിയിൽ ഉള്ള അഡ്രീനൽ ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണാണ്. അതിന് എക്സ്പെഷ്യലി കോർട്ടക്സ്, അഡ്രീനൽ കോർട്ടക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ACTH. ഫുൾ ഫോം എന്താണ്? അഡ്രീനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോൺ. ദെൻ ലൂട്ടിനൈസിംഗ് ഹോർമോൺ LH എന്നൊരു ഹോർമോൺ ഉണ്ട്, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ FSH എന്നൊരു ഹോർമോൺ. ഇത്രയും ഹോർമോൺസ് പാർസ് ഡിസ്റ്റാലിസ് എന്ന് പറയുന്ന ഭാഗം സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ്. ഇനി പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ തന്നെ അഡിനോഹൈപ്പോഫൈസിസിൻ്റെ മറ്റൊരു ചെറിയ പാർട്ടാണ് പാർസ് ഇന്റർമീഡിയ എന്ന് പറയുന്ന പാർട്ട്. പാർസ് ഇന്റർമീഡിയ അത് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ്, ഒരേ ഒരു ഹോർമോണാണ് അത് സെക്രീറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് MSH, ദാറ്റ് ഈസ് മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഓർ MSH. In humans, the pars intermedia is almost merged with pars distalis. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു, ഇതൊരു ചെറിയ പാർട്ടാണ്. അപ്പോൾ ഈ പാർസ് ഇന്റർമീഡിയയും പാർസ് ഡിസ്റ്റാലിസും ആൾമോസ്റ്റ് മെർജ് ചെയ്താണ് കാണുന്നത്. വലിയ വ്യത്യാസമില്ല, ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ പാർസ് ഇന്റർമീഡിയ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ MSH.
മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെന്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ, മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഓർ MSH. ന്യൂറോ ഹൈപ്പോഫൈസിസിന്റെ ഹോർമോൺസ് നോക്കാം. ന്യൂറോ ഹൈപ്പോഫൈസിസിനെ മറ്റൊരു പേരിൽ കൂടെ വിളിക്കാറുണ്ട് പാർസ് നെർവോസ. ഈ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആണ് ന്യൂറോ ഹൈപ്പോഫൈസിസ്. മറ്റൊരു പേരിൽ കൂടെ പറയും പാർസ് നെർവോസ. ആൾസോ നോൺ as posterior pituitary stores and releases two hormones. അത് ഡയറക്റ്റ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നില്ല, ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്ന രണ്ട് ഹോർമോൺസ്, ഓക്സിറ്റോസിനും വാസോപ്രസിനെയും അത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി സ്റ്റോർ ചെയ്യുകയും റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ which are synthesized by the hypothalamus and are transported to neurohypophysis. ഹൈപ്പോതലാമസ് അത് സെക്രീറ്റ് ചെയ്യുന്നു, അത് ന്യൂറോ ഹൈപ്പോഫൈസിസിൽ അല്ലെങ്കിൽ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ അല്ലെങ്കിൽ പാർസ് നെർവോസയിൽ സ്റ്റോർ ചെയ്യുന്നു. ഹോർമോൺസ് ഏതൊക്കെയാണ്? ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ. ഇനി ചില ഡിസോർഡേഴ്സ് നോക്കാം. ഒന്ന് ജൈജാൻറ്റിസം ആൻഡ് ഡോർഫിസം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ് ഗ്രോത്ത് ഹോർമോൺ. ആ ഗ്രോത്ത് ഹോർമോണിൻ്റെ അളവ് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമാണ്. ഗ്രോത്ത് ഹോർമോണിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഒന്നാണ് ബോൺസിൻ്റെ നീളം കൂടുക എന്നുള്ളത്, എല്ലുകളുടെ നീളം, പൊക്കം. ഒരു വ്യക്തിയുടെ പൊക്കം നിർണ്ണയിക്കപ്പെടുന്നത് ഈ പറയുന്ന ഗ്രോത്ത് ഹോർമോൺസാണ്. ആ ഒരു വ്യക്തിയുടെ വളർച്ചയുടെ ആ ഒരു പ്രായത്തിൽ ഗ്രോത്ത് ഹോർമോണിൻ്റെ അളവ് ആവശ്യത്തിലും കൂടിയാൽ ആ വ്യക്തി നല്ല ഹൈറ്റുള്ള ആളായിട്ട് മാറും. അപ്പോൾ ആ ഒരു പ്രോബ്ലത്തിനെയാണ്, ഡിസോർഡറിനെ വിളിക്കുന്ന പേരാണ് ജൈജാൻറ്റിസം. ഇത് നോർമലായിട്ട് ഹൈറ്റുള്ള ഒരാളാണ്, ഇത് ജൈജാൻറ്റിസം ബാധിച്ച ഒരാളാണ്. അപ്പോൾ ഇതിന് കാരണം എന്താണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഗ്രോത്ത് ഹോർമോണിൻ്റെ അളവ് ഓവറായി പോവുക. ഓവർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ സ്റ്റിമുലേറ്റ്സ് അബ്നോർമൽ ഗ്രോത്ത് ഓഫ് ദ ബോഡി ലീഡിങ് ടു ജൈജാൻറ്റിസം. അതുപോലെ തന്നെ ആ ഗ്രോത്ത് ഹോർമോൺ വളർച്ചയുടെ പ്രായത്തിൽ ആവശ്യത്തിന് സെക്രീറ്റ് ചെയ്യപ്പെടാതിരുന്നാലും പ്രശ്നമാണ്. ആള് കുള്ളന്മാരായി പോകും, ഡോർഫിസം ഉണ്ടാകും. ലോ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ റിസൾട്ട് ഇൻ സ്റ്റാൻഡേർഡ് ഗ്രോത്ത്, വളർച്ച മുരടിക്കും, റിസൾട്ടിങ് ഇൻ പിറ്റ്യൂട്ടറി ഡോർഫിസം. ഡോർഫിസം എന്ന പ്രോബ്ലത്തിലേക്ക് പോകും. ഇനി മറ്റൊരു പ്രോബ്ലമാണ് അക്രോമെഗലി. അതും ഗ്രോത്ത് ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് അക്രോമെഗലി. അത് പ്രധാനമായിട്ടും മിഡിൽ ഏജ്ഡ് പേഴ്സൺസിൽ ഗ്രോത്ത് ഹോർമോണൊക്കെ വളർച്ച പൂർത്തിയായി സ്റ്റോപ്പായി എന്നിട്ട് വീണ്ടും ഈ ഗ്രോത്ത് ഹോർമോൺ ചില ആൾക്കാരിൽ സെക്രീറ്റ് ചെയ്യപ്പെടാം. അപ്പം അങ്ങനത്തെ സെക്രീഷൻസ് നടന്നു കഴിയുമ്പോൾ പിന്നെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രോബ്ലം എന്ന് പറയുന്നത് ബോൺസുകളുടെയൊക്കെ ആ ഒരു വളർച്ചയിൽ ചില വേരിയേഷൻസ് ഉണ്ടായിട്ട്, എസ്പെഷ്യലി ഫേഷ്യൽ ബോൺസ് ഇതാ ഇവിടെ നോക്കൂ, ഇവിടെ മാൻറ്റിബിൾ ബോൺസ്, മാക്സില ബോൺസ്, മാക്സിലയും മാൻറ്റിബിളും ഒക്കെ ഓവറായിട്ട് വളരാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു പ്രോബ്ലമാണ് ഇതാ ഇവിടെ കാണുന്നത്. പല്ലുകളുടെ ഇടയിലൊക്കെ ഒരുപാട് ഗ്യാപ്പുകൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ കയ്യിലെ ബോണുകൾ വളർച്ചയുണ്ടായിട്ട് കൈപ്പത്തി പതിവിലും വലിപ്പത്തിൽ കാണുന്നു. സാധാരണ ആളിൻ്റെ ഒരു കൈപ്പത്തിയാണിത്. ഇത് അക്രോമെഗലി ബാധിച്ച ഒരാളിൻ്റെ കൈപ്പത്തിയാണ്. അപ്പം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാം. എക്സസ് സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഇൻ അഡൽട്സ്, എസ്പെഷ്യലി ഇൻ മിഡിൽ ഏജ്, ക്യാൻ റിസൾട്ട് ഇൻ സിവിയർ ഡിസ്ഫിഗർമെൻറ്റ്, എസ്പെഷ്യലി ഓഫ് ദ ഫേസ്, ആളുടെ ഫിഗറിനുണ്ടാകുന്ന മാറ്റം, കാൾഡ് അക്രോമെഗലി, വിച്ച് മേ ലീഡ് ടു സീരിയസ് കോംപ്ലിക്കേഷൻസ് ആൻഡ് പ്രിമച്വർ ഡെത്ത് ഇഫ് അൺചെക്ഡ്. ഇത് മനസ്സിലാക്കി ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വളരെ നേരത്തെ വ്യക്തി മരിച്ചു പോകാനും ഉള്ള സാധ്യതയും ഉണ്ട്. അതാണ് അക്രോമെഗലി. ഇപ്പോൾ ഗ്രോത്ത് ഹോർമോൺ എക്സസ് ആയിട്ട് വളർച്ചയുടെ പ്രായത്തിൽ കൂടുമ്പോഴാണ് ജൈജാൻറ്റിസം, കുറയുമ്പോൾ ഡോർഫിസം. എന്നാൽ അഡൽട്സിൽ ഗ്രോത്ത് ഹോർമോണിൻ്റെ അളവ് എക്സസ് ആയിട്ട് കൂടുന്ന ഒരവസ്ഥയാണ് അക്രോമെഗലി എന്ന കണ്ടീഷനിലേക്ക് എത്തിക്കുന്നത്. ഇനി പിറ്റ്യൂട്ടറി ഹോർമോൺസിൻ്റെ ഫങ്ഷൻസ് ഒന്ന് നോക്കാം. ഒന്ന് പ്രൊലാക്റ്റിൻ്റെ ഫങ്ഷൻ നോക്കാം.
Prolactin regulates the growth of the mammary glands and formation of milk in them. അപ്പോൾ പ്രസവത്തിന് ശേഷം മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുക, ബ്രസ്റ്റിൽ മാമറി ഗ്ലാൻസിൽ പാലിൻ്റെ ഉൽപ്പാദനം, അതിന് സഹായിക്കുന്ന ഹോർമോണാണ് പ്രൊലാക്റ്റിൻ. അതുപോലെ മാമറി ഗ്ലാൻസ് വലിപ്പം വർദ്ധിക്കുവാനും സഹായിക്കുന്ന ഹോർമോണാണ് പ്രൊലാക്റ്റിൻ. Regulate the growth of the mammary glands and formation of milk in them. TSH, thyroid stimulating hormone, stimulate the synthesis and secretion of thyroid hormones. Pituitary gland secrete ചെയ്യുന്ന TSH എന്ന് പറഞ്ഞ ഹോർമോണാണ് തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്നും തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തെ കൺട്രോൾ ചെയ്യുന്നത്. Stimulate the synthesis and secretion of thyroid hormones from the thyroid gland. ACTH, adrenocorticotropic hormone. ACTH stimulates the synthesis and secretion of steroid hormones called glucocorticoids from the adrenal cortex. Adrenal gland, kidney അഡ്രീനൽ ഗ്ലാൻഡ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി ആ അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ സെക്രീഷനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോണാണ് ACTH, അഡ്രീനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോൺ. അപ്പോൾ കോർട്ടിക്കോട്രോഫിക് ഹോർമോൺ എന്ന് പറയുന്നത് തന്നെ കോർട്ടക്സ്, അഡ്രീനൽ ഗ്ലാൻഡിന് 2 പാർട്ടുണ്ട്, അഡ്രീനൽ കോർട്ടക്സും ഉണ്ട്, മെഡുല്ലയും ഉണ്ട്. അഡ്രീനൽ കോർട്ടക്സ് സെക്രീറ്റ് ചെയ്യുന്ന സ്റ്റിറോയിഡ് ഹോർമോൺസിൻ്റെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിൻ്റെ കൺട്രോൾ ACTH-നാണ്. ACTH stimulate the synthesis and secretion of steroid hormones called glucocorticoids from the adrenal cortex. ഇനി LH and FSH. LH ഉം FSH. LH and FSH stimulate gonadal activity and hence are called gonadotrophins. ഇപ്പോൾ ടെസ്റ്റിസിൻ്റെയും ഓവറിയുടെയും ഫങ്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട 2 ഹോർമോണാണ് LH ഉം FSH. ഇപ്പോൾ ടെസ്റ്റിസും ഓവറിയും അറിയാം. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ് ടെസ്റ്റിസ്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ് ഓവറി. അപ്പോൾ ഇവയെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺസാണ് ഗൊനാഡോട്രോഫിൻസ്. ഈ ഗൊനാഡോട്രോഫിൻസിൽ വരുന്ന 2 എക്സാമ്പിൾസാണ് LH ഉം FSH. LH and FSH stimulate gonadal activity and hence are called gonadotrophins. എന്തൊക്കെയാണ് LH-ൻ്റെയും FSH-ൻ്റെയും ഫങ്ഷൻസ് എന്ന് നോക്കാം. In males, LH stimulates the synthesis and secretion of hormones called androgens from testis. ഇപ്പം മെയിൽ സെക്സ് ഹോർമോൺസിൽ പ്രധാനപ്പെട്ട ഹോർമോണാണ് ആൻഡ്രോജൻസ്. ആൻഡ്രോജൻസിൻ്റെ സെക്രീഷനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോണാണ് LH. In males, LH stimulates the synthesis and secretion of hormones called androgens. ഇപ്പോൾ ടെസ്റ്റിസ് സെക്രീറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു സെക്സ് ഹോർമോണാണ് ആൻഡ്രോജൻസ്. ആൻഡ്രോജൻസിൻ്റെ സെക്രീഷനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോണാണ് LH. In males, FSH and androgens regulate spermatogenesis. മെയിൽസിൽ ടെസ്റ്റിസിൽ പ്രധാനമായിട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൽ ഗാമീറ്റ്, അതിനെ വിളിക്കുന്ന പേരാണ് സ്പേം സെൽസ്. സ്പേം സെൽസിൻ്റെ പ്രൊഡക്ഷനെ വിളിക്കുന്ന പേരാണ് സ്പെർമറ്റോജെനിസിസ്. അപ്പോൾ സ്പേം സെൽ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട 2 ഹോർമോണാണ് FSH-ഉം അതുപോലെ തന്നെ ആൻഡ്രോജൻസും. ഇനി ഫീമെയിൽസിലേക്ക് വരുമ്പോൾ, ഇനി ഫീമെയിൽസ് LH ഇൻഡ്യൂസസ് ഓവുലേഷൻ ഓഫ് ഫുള്ളി മെച്ചുർ ഫോളിക്കിൾ കാൾഡ് ഗ്രാഫിയൻ ഫോളിക്കിൾസ്. അപ്പോൾ ഓവറിക്കകത്താണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സെൽസായ ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓവം അതിൻ്റെ വളർച്ച പൂർത്തിയായാൽ ഓവറിയിൽ നിന്നും ഓവം എന്ത് ചെയ്യും? റിലീസ് ചെയ്യപ്പെടും. അപ്പോൾ മെച്യൂർ ആയിട്ടുള്ള ഒവേറിയൻ ഫോളിക്കിൾസിനെ വിളിക്കുന്ന പേരാണ് ഗ്രാഫിയൻ ഫോളിക്കിൾസ്. ഓവത്തിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് അതിനെ സപ്പോർട്ടിംഗ് സെൽസായിട്ടാണ് ഫോളിക്കിൾ സെൽസ് കാണുക. ആ മെച്യൂർ ആയിട്ടുള്ള ഒവേറിയൻ ഫോളിക്കിൾസിൽ നിന്ന് ഓവം റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഓവുലേഷൻ. ആ ഓവുലേഷന് ശേഷം അവിടെ റപ്ചേർഡ് ഒവേറിയൻ ഫോളിക്കിള് ഉണ്ടാകുന്ന ടിഷ്യൂ ആണ് കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്ന ടിഷ്യൂ. ആൻഡ് മെയിൻറ്റെയിൻസ് ദ കോർപ്പസ് ലൂട്ടിയം ഫോംഡ് ഫ്രം ദ റെമനൻസ് ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾസ് ആഫ്റ്റർ ഓവുലേഷൻ. ഓവുലേഷന് ശേഷം ആ ഓവറിയിൽ അവശേഷിക്കുന്ന ഗ്രാഫിയൻ ഫോളിക്കിൾ സെൽസ് ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡായിട്ട് മാറും.
അതിനെ വിളിക്കുന്ന പേരാണ് കോർപ്പസ് ലൂട്ടിയം. ഇൻ ഫീമെയിൽസ് LH ഇൻഡ്യൂസസ് ഓവുലേഷൻ, ഓവുലേഷനെ ഇൻഡ്യൂസ് ചെയ്യുന്നു ഫുള്ളി മെച്വർ ഫോളിക്കിൾ ആൻഡ് മെയിൻറ്റെയിൻസ് ദ കോർപ്പസ് ലൂട്ടിയം. കോർപ്പസ് ലൂട്ടിയം മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. കോർപ്പസ് ലൂട്ടിയം എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നത്? ഫോംഡ് ഫ്രം ദ റെംനൻസ്. റെംനൻസ് എന്ന് പറഞ്ഞാൽ അവശിഷ്ടം. റെംനൻസ് ഓഫ് ദ ഗ്രാഫിയൻ ഫോളിക്കിൾസ് ആഫ്റ്റർ ഓവുലേഷൻ. ഓവുലേഷന് ശേഷം ഓവറിയിൽ അവശേഷിക്കുന്ന ആ ഒരു ഗ്രാഫിയൻ ഫോളിക്കിൾസിൻ്റെ അവശിഷ്ടങ്ങൾ അത് കഴിയുമ്പോൾ ഒരു യെല്ലോയിഷ് കോണിക്കൽ സ്ട്രക്ചറായിട്ട് മാറും. അതിനെ വിളിക്കുന്ന പേരാണ് കോർപ്പസ് ലൂട്ടിയം. അപ്പോൾ കോർപ്പസ് ലൂട്ടിയം മെയിൻറ്റെയിൻ ചെയ്യാനും LH എന്ന് പറയുന്ന ഹോർമോൺ സഹായിക്കും. ഇനി എന്താണ് FSHന് ഫീമെയിൽസിലെ റോളെന്ന് നോക്കാം. FSH സ്റ്റിമുലേറ്റ്സ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഒവേറിയൻ ഫോളിക്കിൾസ് ഇൻ ഫീമെയിൽസ്. ഫീമെയിൽസിൽ ഓവറിയിലെ ഒവേറിയൻ ഫോളിക്കിൾസിൻ്റെ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്നത് FSH ആണ്. ഇനി MSH എന്നൊരു ഹോർമോണിനെ കുറിച്ച് മനസ്സിലാക്കി. മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, പാർസ് ഇന്റർമീഡിയ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ. MSH ആക്ട്സ് ഓൺ ദ മെലാനോസൈറ്റ്, ദാറ്റ് ഈസ് മെലാനിൻ കണ്ടെയ്നിങ് സെൽസ്. നമ്മുടെ സ്കിന്നിന് കളർ കൊടുക്കുന്ന പ്രധാനപ്പെട്ട സെൽസാണ്, പിഗ്മെൻ്റാണ് മെലാനിൻ പിഗ്മെൻറ്റ്. ആ മെലാനിൻ പിഗ്മെൻറ്റ് കാണുന്ന സെൽസുകളെയാണ് മെലാനോസൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. സ്കിൻ പിഗ്മെൻറ്റേഷൻ, നമ്മുടെ സ്കിന്നിൻ്റെ കളർ റെഗുലേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ് MSH. MSH acts on the melanocytes, then melanin containing cells, and regulates the pigmentation of the skin. സ്കിൻ പിഗ്മെൻറ്റേഷനെ സഹായിക്കുന്നുണ്ട്, അതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് MSH. ഓക്സിറ്റോസിൻ. Oxytocin acts on the smooth muscles of our body and stimulates their contraction. അപ്പോൾ ഓക്സിറ്റോസിന് പ്രധാനമായിട്ടും ഫങ്ഷൻ വരുന്നത് ഡെലിവറി ടൈമിലാണ്, പ്രസവത്തിൻ്റെ സമയത്താണ്. പ്രസവത്തിൻ്റെ സമയത്ത് ഗർഭാശയം സങ്കോചിക്കുന്നതിന്, കോൺട്രാക്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സിഗ്നൽസ് കൊടുത്ത് ഡെലിവറി പെയിൻ, പ്രസവ വേദന ഉണ്ടാക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ. In females, it stimulates a vigorous contraction of uterus at the time of childbirth. ചൈൽഡ് സമയത്ത് വിഗറസ് ആയിട്ട് യൂട്രസിനെ, ഗർഭാശയത്തിനെ കോൺട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന, സങ്കോചിപ്പിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. അതുപോലെ തന്നെ മറ്റൊരു ഫംഗ്ഷൻ കൂടെ അതിനുണ്ട്, മിൽക്ക് ഇജക്ഷൻ ഫ്രം ദ മാമറി ഗ്ലാൻഡ്. ഇപ്പോൾ പ്രസവത്തിന് ശേഷം കുഞ്ഞിന് പാല് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അമ്മയുടെ ബ്രസ്റ്റിൽ നിന്നും മാമറി ഗ്ലാൻഡിൽ നിന്നും മിൽക്ക് പുറത്തേക്ക് വരണം. അപ്പോൾ ആ മിൽക്ക് സിന്തസിസ് ചെയ്യാൻ പ്രൊലാക്റ്റിൻ സഹായിക്കും. ആ സിന്തസിസ് ചെയ്യപ്പെടുന്ന മിൽക്ക് പുറത്തേക്ക് വരാൻ ഇജക്ഷന് സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. മിൽക്ക് ഇജക്ഷൻ ഫ്രം ദ മാമറി ഗ്ലാൻഡ്. അടുത്ത് നമുക്ക് വാസോപ്രസിൻ്റെ ഫംഗ്ഷനെ കുറിച്ച് നോക്കാം. വാസോപ്രസിൻ ആക്ട്സ് മെയിൻലി അറ്റ് ദ കിഡ്നി ആൻഡ് സ്റ്റിമുലേറ്റ്സ് ദ റിസോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ്സ് ബൈ ദ ഡിസ്റ്റൽ ട്യൂബ്യൂൾസ് and thereby reduces loss of water through urine, diuresis. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്, ആൻറ്റി ഡയൂററ്റിക് ഹോർമോണായിട്ട് പഠിച്ച പേരാണ് വാസോപ്രസിൻ അല്ലേ. ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ, ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന ഡിസീസിനെ കുറിച്ച് മനസ്സിലാക്കിയതാണ്, ADH. വാസോപ്രസിന് കിഡ്നി ട്യൂബ്യൂൾസിലാണ് ആക്ട് ചെയ്യുന്നത്. കിഡ്നി ട്യൂബ്യൂൾസിൽ ആക്ട് ചെയ്തിട്ട് വാസോപ്രസിൻ എന്ത് ചെയ്യും? വാട്ടറിൻ്റെ റീഅബ്സോർഷനെ സഹായിക്കുന്ന ഹോർമോണാണ്. മാക്സിമം വാട്ടർ ബ്ലഡിൽ നിന്നും അബ്സോർബ് ചെയ്തെടുക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ. അപ്പോൾ വാട്ടർ നഷ്ടപ്പെടുന്ന ഒരു പ്രോസസ്സിനെയാണ് ഡയൂറസിസ് എന്ന് വിളിക്കുന്നത്. ഒരുപാട് വാട്ടർ യൂറിനിൽ കൂടെ നഷ്ടപ്പെടുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡയൂറസിസ്. അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഹോർമോൺ. അതുകൊണ്ടാണ് അതിനെ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ അഥവാ ADH എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് നേരത്തെ പഠിച്ചത്, ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. An impairment affecting synthesis or release of ADH resulting diminished ability of the kidney to conserve water, leading to water loss and dehydration. അപ്പോൾ അങ്ങനെ വാട്ടർ ലോസ് ഉണ്ടാകാതെ മാക്സിമം കാലാവസ്ഥ അനുസരിച്ച് ചൂടുള്ള സമയത്ത് വാസോപ്രസിൻ്റെ സെക്രീഷൻ്റെ അളവ് കൂടുതലായിരിക്കും, തണുപ്പുള്ള സമയത്ത് വാസോപ്രസിൻ സെക്രീഷൻ കുറവായിരിക്കും. അപ്പോൾ മാക്സിമം വാട്ടർ കിഡ്നിയിൽ നിന്നും അബ്സോർബ് ചെയ്ത് ബോഡിയുടെ ആ ഒരു pH മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് വാസോപ്രസിൻ.
വാസോപ്രസിൻ്റെ മറ്റൊരു പേരാണ് ADH, ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്നുള്ളൊരു ടേം നേരത്തെ പറഞ്ഞത് ഓർക്കുന്നുണ്ടാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ഹോർമോണിനെ കുറിച്ച് മനസ്സിലാക്കുവാനുള്ളത്. For video lessons, please subscribe TLB'S biology classes.